ഇതുപോലെയുള്ള സന്തോഷകരമായ സന്ദർഭങ്ങൾ ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നെയ്യും പരിപ്പും പപ്പടവും കൂട്ടി നമുക്ക് ആദ്യം ഒരു പിടിപിടിക്കാം. മോളെ, കൈവയ്യാത്തല്ലേ, അമ്മ വാരിത്തരാം. വേണ്ടമ്മേ. അയ്യോ, ഒരമ്മ കിളിക്കൂട്. ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. മീനാക്ഷിയോടാണേ. ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ എന്റെ കുഞ്ഞുമോളുടെ എന്ത് കാര്യവും ഈ മുത്തശ്ശി സാധിച്ചു തരും. മോക്ക് എന്തോ എന്നോട് ചോദിക്കാൻ. ചോദിച്ചോളൂ. മോളുടെ എന്ത് ആഗ്രഹവും ഈ മുത്തശ്ശി സാധിച്ചു തരും. ചോദിച്ചോ മോളെ. ആ, ചോദിക്കേ. എന്താ മോളെ മിണ്ടാതിരിക്കുന്നത്? അമ്മ പറഞ്ഞത് വാക്കാ. ആ, മുത്തശ്ശി, മുത്തശ്ശി എന്നെ ഈ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതുപോലെ എന്റെ അച്ഛനെയും കൂടി സ്വീകരിക്കണം. നടക്കില്ല. ഈ ജന്മത്തിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ സ്വത്തോ പണമോ സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്ത് വേണമെങ്കിലും ഇന്ന് നിനക്ക് ആവശ്യപ്പെടാമായിരുന്നു. ഞാനത് നിനക്ക് തരുമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഞാനത് അംഗീകരിക്കില്ല. പെറ്റ് തള്ളയായ എന്നെ കണ്ണീര് കുടിപ്പിച്ചതിന് ഞാൻ അവനോട് ക്ഷമിക്കുമായിരുന്നു, അത് സഹിക്കുമായിരുന്നു. പക്ഷേ അവൻ ചെയ്തത് മറ്റൊരു മഹാപാപം. ആ മഹാപാപത്തിന് ഞാൻ മാപ്പ് കൊടുക്കില്ല. കാരണം ആ മഹാപാപത്തിന് ദൈവത്തിന്റെ കോടതിയിൽ പോലും മാപ്പില്ല. എന്താടാ നീ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, മീനാക്ഷിയോട് എനിക്കൊരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് പറയാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞാനും നീയും തമ്മിൽ പ്രേമമാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവൾ അപ്പ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയില്ലേ. എന്നെ നിന്നെ പോലെ ഒന്നും അല്ല, അവൾ ഈ കുടുംബത്തിൽ പെട്ടതാ. ഇതെന്താ മൈഥിലി ഇത്? എടോ, ഞാൻ അത്ര മണ്ടനാണോ? ഞാൻ അങ്ങനെ പറയൂ? ഞാനും നീയും തമ്മിലാണ് പ്രേമമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എടീ, എൻ്റെ പ്രണയിനി ഒരു മാളവിക. ഇതേ ബുദ്ധിപൂർവമുള്ള എൻ്റെ ഒരു കളിയാണ്. ഞാനും മീനാക്ഷിയും തമ്മിലാണ് പ്രേമമെന്ന് പറഞ്ഞാലേ ഈ വീട്ടിലുള്ള ആരും നമ്മളെ രണ്ടുപേരെയും സംശയിക്കില്ല. ആരുടെയും കണ്ണുകൾ നമ്മുടെ പിന്നാലെ വരികയുമില്ല. നിന്റെ അമ്മായിയമ്മ എന്ന സ്ത്രീയാണെങ്കിൽ തീ തുപ്പുന്ന കണ്ണുകളോടെയാ എന്നെ നോക്കുന്നത്. എന്റെ ലൈൻ സാക്ഷാൽ മീനാക്ഷിയാണെന്നറിഞ്ഞ അവര് പിന്നെ എന്നെ നോക്കി നടക്കില്ല. നീ പറയുന്നത് ശരിയാ.
നമ്മൾ ഇവിടുന്ന് പോകുന്നത് വരെ നമ്മളെ ആരും സംശയിക്കാതിരിക്കാനുള്ള വഴി ഇത് തന്നെയാ. ആ കറക്റ്റ്. ഞാനും മീനാക്ഷിയും തമ്മിലുള്ള ഇല്ലാ പ്രണയത്തിന്റെ പിന്നാലെ ഈ വീട്ടുകാർ നടന്നോളൂ. ആ തക്കത്തിൽ നമുക്ക് നൈസായിട്ടങ്ങ് മുങ്ങാം. അത് കൊള്ളാം. ആ പിന്നെ മാത്രമല്ല, പ്രണയിക്കുന്നത് ഞാനും നീയും തമ്മിലാണെന്ന് അവൾ അറിഞ്ഞിട്ടും ഇല്ലല്ലോ. ഏതോ ഒരു മാളവിക എന്ന് തന്നെയാ മീനാക്ഷി ധരിച്ചു വച്ചിരിക്കുന്നത്. ആ മീനാക്ഷി എന്നെ സഹായിക്കുന്നു. സഹായിക്കുന്ന മീനാക്ഷിക്ക് നമ്മൾ കൊടുക്കുന്ന പണിയായത്. ശരിയാ. നമ്മൾ എന്ന് എവിടേക്ക് ഒളിച്ചോടാൻ നോക്കിയാലും അവളെ നമുക്ക് തടസ്സം. അതെ, അന്നെന്നെ അമ്പലനടയിൽ വെച്ച് തിരുവാഭരണം കട്ട കള്ളനാണെന്ന് കള്ളം പറഞ്ഞ് അവളെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? ഓ, അതിലൊരു പോലീസുകാരന്റെ ഇരുമ്പുലക്ക പോലത്തെ കൈകൊണ്ടുള്ള ഇടി. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, മീനാക്ഷിയോട് എനിക്ക് പകരം വീട്ടണമെന്ന്. നിന്റെ ബുദ്ധി കൊള്ളാം. ഇത് ഞാൻ വരവ് വെച്ചു. ആ ദേ, ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്ന വിദ്യ. കൊള്ളാവോ? കൊള്ളാടാ. മോളെ മീനാക്ഷി, മോളെ വിഷമിക്കാതെ. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അമ്മ അങ്ങനൊക്കെ പറഞ്ഞത്. അമ്മ പൊട്ടിത്തെറിച്ചത് അമ്മയുടെ സങ്കടം കൊണ്ടാ. എന്റെ അച്ഛൻ ഒരു പാവം അമ്മ. നിന്റെ അച്ഛനെ പ്രസവിച്ച അമ്മയെ മോളെ അത്. മോൾക്ക് അച്ഛനോട് തോന്നുന്നതിനേക്കാൾ 10 മടങ്ങാണ് ആ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. അമ്മമാരുടെ സ്നേഹം അളക്കാനുള്ള അളവുകോല് ദൈവത്തിന്റെ കൈ പോലുമില്ല. ആ സ്നേഹത്തിന് കടലിനേക്കാൾ വലിയ ആഴോ. ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി കരയാൻ തുടങ്ങിയിട്ട് 18 കൊല്ലായി മോളെ. അവരുടെ കരച്ചിലിന് നിന്നോളം പ്രായമുണ്ട്. അമ്മ നന്നായി ഉറങ്ങിയിട്ട് കാലങ്ങളായി. മകനോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ട് വിങ്ങിപ്പൊട്ടായിരിക്കും ആ മനസ്സ്. പക്ഷേ പാരമ്പര്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട അന്തസ്സും അഭിമാനവും, അതിനോടൊപ്പം ആ മകൻ ചെയ്ത കാര്യവും, അതെന്തായാലും ഒരമ്മയ്ക്ക് പൊറുക്കാവുന്നതല്ല. കൊടുത്തതും കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തിന്റെ വില അറിയാതെ ആ മകൻ ഒരു തെറ്റ് ചെയ്തപ്പോ അത് ഉൾക്കൊള്ളാൻ അമ്മ തയ്യാറായില്ല. ഇനി അങ്ങോട്ട് തയ്യാറാവുകയില്ല. അമ്മയുടെ ഉള്ളുലച്ചത് ഒരു പെണ്ണിന്റെ കണ്ണീരാ. അതായത് എന്റെ. എനിക്ക് ജേട്ടനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. മാധുരിയോടും ഇല്ല. ദുർവിധി എന്റേതായിരുന്നു. അതിന് ഞാൻ മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്താ കാര്യം? മോളെ വിഷമിക്കാതിരിക്കെ. കാലം വല്ലാത്ത ജാലവിദ്യക്കാരനാ. ഇതൊക്കെ മാറും. പുതിയ കാറ്റ് വീശും. അതൊക്കെ ഇരിക്കട്ടെ. എന്തായിരുന്നു നീ വൈശാഖുമായി സംസാരിച്ചു നിന്നത്? അത് ഒന്നുമില്ലമ്മേ. ഞാൻ ചിലപ്പോഴൊക്കെ അവനെ കളിയാക്കും. അതിനുള്ള മറുപടി അവൻ പറഞ്ഞതാ. അമ്മേ, എനിക്കിന്ന് അച്ഛനെ കാണണം. ഞാനിന്ന് ജയിലിൽ വരെ പോവാ. എന്നാ നീ കാർത്തിയോട് പറ. അവനാവുമ്പോ എളുപ്പത്തിൽ ഏർപ്പാടാക്കും.
നോക്കട്ടെ. മിസ്റ്റർ ജയറാം, എഴുന്നേറ്റ് വരൂ. നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ്. നിങ്ങളുടെ മകൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. മോളെ, അച്ഛാ, മോളെ, മോൾക്കവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അച്ഛാ. അച്ഛനെ കാണണമെന്ന് തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാ. അത് നന്നായി. അച്ഛനും മോളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. വീട്ടില് ഒത്തിരി വിശേഷങ്ങൾ ഉണ്ടായി അച്ഛാ. സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? അത് ഏറ്റവും സന്തോഷമുള്ളത്. ഒരു വലിയ കാര്യം മാത്രം സങ്കടമുള്ളത്. അത് സാരമില്ല മോളെ. പ്രകൃതിയിൽ ഋതുക്കൾ മാറി മാറി വരുന്നത് പോലെ മനുഷ്യ ജീവിതത്തിന്റെ ഗതിയിലും മാറ്റങ്ങൾ വരും. മഴയും വെയിലും മാറി മാറി വരുന്നത് പോലെ സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. നമുക്ക് സന്തോഷം എന്ന വികാരം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടായേ പറ്റൂ. അതിരിക്കട്ടെ, നിന്റെ വിശേഷങ്ങൾ പറയേ. പറയാച്ചാ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, അപ്പൂപ്പനും അച്ഛമ്മയും എങ്ങനെ? ഞാനവരെ വിളിക്കുന്നത് മുത്തശ്ശ എന്നും മുത്തശ്ശി എന്നുമാ. അതിന് കുഴപ്പമൊന്നുമില്ല. അവരെങ്ങനെ? രണ്ടും സ്നേഹത്തിന്റെ നിറകുടങ്ങളാ. രണ്ടു പേർക്കും ഞാനെന്ന് വെച്ച പ്രാണനാ. എനിക്ക് നഷ്ടപ്പെട്ടതും ഞാൻ നഷ്ടപ്പെടുത്തിയതുമായ ആ ലോകം എന്റെ മോൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. കാലത്തിന് നന്ദി. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ, മുത്തശ്ശിയുടെ അംഗീകാരത്തോടെ ദൈവമ്മ എന്നെ പടിയേറ്റ് നടത്തി മകളായിട്ട് സ്വീകരിച്ചു. അച്ഛൻ എന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ട്, നിയന്ത്രിക്കാനാവാത്ത സന്തോഷം കൊണ്ട്.
ഇവിടെ കിടന്ന് ഞാൻ ഒരുങ്ങുന്നതിനുള്ള പ്രതിഫലം എൻ്റെ മോൾക്ക് ദൈവം തരുന്നുണ്ട്. അടുത്ത കാര്യം ഞാൻ പറയുമ്പോ അച്ഛൻ വിഷമിക്കരുത്. ഏയ്, അച്ഛന് വിഷമോ? ഇതിൽ കൂടുതൽ എന്ത് വിഷമോ സങ്കടം അച്ഛന് വരാനുള്ളത്? മാധുരിയെ കൊന്നിട്ടല്ലല്ലോ ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ ശിക്ഷ എനിക്ക് വിധിച്ചത് കോടതിയല്ല, സാക്ഷാൽ ദൈവമാണ്. ഇത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. ആ, മോള് പറയേ. പടിയിട്ട സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ എൻ്റെ കുഞ്ഞുമോളുടെ എന്ത് കാര്യവും ഈ മുത്തശ്ശി സാധിച്ചു തരും. മോക്ക് എന്തോ എന്നോട് ചോദിക്കാം. മുത്തശ്ശി എന്നെ ഈ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതുപോലെ എന്റെ അച്ഛനെയും കൂടി സ്വീകരിക്കണം. നടക്കില്ല. ഈ ജന്മത്തിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എൻ്റെ അമ്മ എനിക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോളെ. കാരണം അമ്മയുടെ മനസ്സ് തകർത്ത് കളഞ്ഞ മകനാണ്. മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ച ദ്രോഹിയാണ് ഞാൻ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച അമ്മയുടെ മകനാണ് ഞാൻ. അവർ എനിക്ക് വേണ്ടി നടത്തിയ തുലാഭാരങ്ങൾ സ്നേഹം കൊണ്ടായിരുന്നു, വാത്സല്യം കൊണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞില്ല ഞാൻ. അച്ഛൻ കരയാതെ. കരഞ്ഞെങ്കിലും തീർക്കട്ടെ ചെയ്ത കുട്ടിയ പാപങ്ങൾ. പാപമോചനത്തിന് പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങണ്ട. ഇതിനകത്ത് 6 മാസം വന്ന് കിടന്നാൽ മതി. ചെമ്പകമംഗലത്ത് അച്ഛന് നഷ്ടപ്പെട്ട സ്ഥാനം ഈ മകൾ നേടി തന്നിരിക്കും. ആ, പിന്നെ നാളെ മോളുടെ പിറന്നാളാ. ആ, എൻ്റെ അമ്മയെല്ലാം അല്ല, എൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പണ്ട പച്ച മകനല്ലേ ഞാൻ. അച്ഛാ, നിന്റെ പിറന്നാള് നിന്റെ മുത്തശ്ശി തറവാട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കും. എനിക്കത് ഉറപ്പാ. എന്റെ അടുത്ത പിറന്നാളിന് അച്ഛൻ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് വരുത്തും. ജയേട്ടൻ വിഷമിക്കണ്ട. ജയേട്ടന്റെ മാധുരിയുടെ മകളെ ഞാൻ എന്റെ സ്വന്തം മോളായി വളർത്തും. മീനാക്ഷിയെ ആചാരവിധി പ്രകാരം പടിയേറ്റ് നടത്തി ഞാൻ എന്റെ മകളായി ദത്തെടുത്തു. ജയേട്ടൻ അതിൽ എതിർപ്പില്ലെന്ന് വിശ്വസിക്കുന്നു. പണ്ട് ഈ മീനാക്ഷി മാധുരിയുടെ ഉദരത്തിൽ പിറന്നതുകൊണ്ട് ജയേട്ടന് എന്നെയും ഈ വീടും വിട്ട് ഇറങ്ങിപ്പോവേണ്ടി വന്നത്. അതേ മീനാക്ഷി ഇന്ന് എന്റെ മകളായി മാറി. ഈ കുടുംബത്തിലെ ഏറെക്കുറെ എല്ലാവരുടെയും മനസ്സ്
അവൾ കവർന്നു. ഇതൊക്കെ കാണാൻ ജയേട്ടൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായെന്ന്. ഇനി എത്ര കാലം കഴിഞ്ഞാലും അമ്മ ജയേട്ടനെ അംഗീകരിക്കില്ല. എനിക്കും അതിന് കഴിയില്ല. ഇനി എനിക്ക് മരണം വരെ കൂട്ടായി എന്റെ മകളുണ്ട്, മീനാക്ഷി. ചടങ്ങുകൾ വിജയകരമാക്കിയതിനും ചെമ്പകമംഗലത്തെ നന്ദിനി ദേവിയുടെ മകളായി മാറിയതിനും അഭിനന്ദനങ്ങൾ.